5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ബെന്യാമൻ ആടുജീവിതമൊക്കെ എഴുതിയ വളരെ വലിയൊരു നോവലിസ്റ്റാണ്. അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നോവലുകൾ ധാരാളമായി വിറ്റുപോകുന്നതാണ്. നല്ലൊരു സാഹിത്യകാരനാണ്. അദ്ദേഹം പല കാര്യങ്ങളും അഭിപ്രായവും പറയാറുണ്ട്. ഈയിടയ്ക്ക് അദ്ദേഹം ഒരു വീഡിയോയിൽ, ഒരു ഷോർട്സിൽ പറയുന്നുണ്ടായിരുന്നു, ആർത്തിയുള്ളവരാണ് മതവിശ്വാസികളെല്ലാം, ആർത്തിയുള്ളവരാണ് ദൈവവിശ്വാസികളെന്നുമൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ഏത് മതത്തെ അല്ലെങ്കിൽ ഏത് തത്വസംഹിതയെ, ഏത് ആചാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, പഠിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്നറിയില്ല. എന്തായാലും ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ബോധ്യമുള്ള, വിശ്വാസം എന്ന് പറയുമ്പോൾ ഉണ്ടോ ഇല്ല എന്നുള്ള സംശയം, എനിക്ക് ബോധ്യമുള്ള ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചും ഞാൻ പറയാം. അതിൽ ഋഷീശ്വരന്മാർ, ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ സിദ്ധാന്തവും തിയറിയും തമ്മിൽ, സിദ്ധാന്തവും പിന്നെ പ്രയോഗവും തമ്മിൽ വലിയ വ്യത്യാസം കാണും. തിയറിയും പ്രാക്ടീസും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അത് തിയറി ഉണ്ടാക്കിയവരുടെ കുറ്റമല്ല, നമ്മൾ എടുക്കാത്തതിന്റെ കുഴപ്പമാണ്. വളരെ കൃത്യമായി ബ്രഹ്മചര്യകാലം, പഠിക്കുന്ന കാലം, അങ്ങനെ എടുക്കാം. ഗൃഹസ്ഥാശ്രമകാലം, അതായത് കുടുംബജീവിതം നയിക്കുന്ന കാലം, വാനപ്രസ്ഥകാലം, ഇതിൽ നിന്നൊക്കെ വിടുതൽ നേടുന്ന കാലം, സന്യാസകാലം, ഒരു ധ്യാനത്തിലേക്കും അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലേക്കോ കർമ്മ മാർഗത്തിൽ നിന്നൊക്കെ മുക്തി നേടുന്ന ഒരു കാലം, അതെല്ലാം ഉപേക്ഷിക്കലിന്റെ കാലമാണ്. സന്യാസിമാരിൽ യഥാർത്ഥത്തിൽ ഈ ഭൗതികമായ പിന്നെ ആഡംബരത്തിൽ ജീവിക്കുന്ന സന്യാസിമാരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത സന്യാസിമാരായാലും സ്വാമിമാരെല്ലാം ത്യാഗത്തിലൂടെ പോകുന്നവരാണ്. കുടുംബജീവിതം ഉപേക്ഷിച്ചവരാണ്, വൈവാഹിക ജീവിതം ഉപേക്ഷിച്ചവരാണ്, അവർക്ക് സ്വന്തമായി സ്വത്തില്ല. അങ്ങനെ ആർത്തിയുടെ പോകുന്നതല്ല ഭാരതത്തിന്റെ ആത്മീയത. അങ്ങനെ എന്ത് മനസ്സിലാക്കിയിട്ടാണ് എനിക്കത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും സ്വത്ത് സംഭാവന ചെയ്യണമെന്നും കൊടുക്കുന്ന യേശുവിന്റെ മതത്തിൽ എവിടെയാണ് ആർത്തിയുള്ളത്? അവനവൻ ആചരിക്കുന്ന അവരന് സുഖത്തിനായി വരണമെന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൽ എവിടെയാണ് ആർത്തിയുള്ളത്? ഒരു പീഡയ്ക്ക് പോലും, ഒരു ഉറുമ്പിന് പോലും പീഡയുണ്ടാകണമെന്ന് പറയുന്നിടത്ത് എവിടെയാണ് ആർത്തിയുള്ളത്? അപ്പൊ ആർത്തി എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കി വെച്ച, സിദ്ധാന്തത്തിന്റെ അപ്പുറം പ്രയോഗത്തിൽ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളാണ്. അത് സിദ്ധാന്തത്തിന്റെ കുഴപ്പമല്ല. സിദ്ധാന്തപരമായി ആർത്തി ഒന്നും പറയുന്നില്ല. മതങ്ങളിൽ ഇപ്പൊ ഇസ്ലാം മതം എടുത്തോളൂ, അതിനകത്ത് സക്കാത്തും അന്നദാനവും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷെയർ ചെയ്യുന്ന കാര്യവും കെയർ ചെയ്യുന്ന കാര്യവും. ഏത് മതം എടുത്താലും അതിനകത്ത് ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടായിരിക്കും. പങ്കുവെക്കലുമുണ്ട്, കരുതലുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആർത്തിയുള്ളവരാണ്, പേടിയുള്ളവരാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നത് മരണഭയം. പുനർജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് മരണഭയം? പുനർജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുക, അല്ലാതെ അതാണ് ഭാരതത്തിന്റെ ആത്മീയതയിൽ പറയുന്ന മറ്റൊരു കാര്യം. അപ്പൊ പുനർജന്മ സിദ്ധാന്തം ഉണ്ടെങ്കിൽ അത് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ, വിശ്വാസം ഒന്നല്ല, അത് ബോധ്യപ്പെട്ടാൽ പിന്നെ മരണത്തെക്കുറിച്ച് ഭയം ഉണ്ടാവില്ല. ആർത്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ആർത്തി പറയുന്നില്ല. ഉപേക്ഷിക്കലാണ്, ഭക്ഷണം ഉപേക്ഷിക്കലാണ്, കുറയ്ക്കലാണ്, അന്നവസ്ത്രാദികളെല്ലാം കുറച്ച് കൊണ്ടുപോകലാണ് ഭാരതത്തിന്റെ ആത്മീയത. ആ നാട്ടിൽ ജനിച്ച ബെന്യാമൻ ഇതൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതൊന്നും പഠിക്കാതെ അഭിപ്രായം പറയരുത്. ഇപ്പൊ നമുക്ക് സൂര്യന് താഴെയുള്ള ഏത് കാര്യവും നമ്മളോട് അഭിപ്രായം ചോദിക്കും. ഒരു വിഷയത്തിൽ നമ്മൾ കേമനായി കഴിഞ്ഞാൽ നമ്മളോട് വന്ന് സൂര്യന് താഴെയുള്ള ഏത് വിഷയവും മറ്റുള്ളവർ, പൊതുസമൂഹം അഭിപ്രായം ചോദിക്കും. അപ്പൊ ബെന്യാമനെ പോലെയുള്ളവർ അഭിപ്രായം പറയുമ്പോൾ ഒരു കുഴപ്പം, പാവപ്പെട്ട ആളുകൾ ഇതങ്ങ് വിശ്വസിക്കും. അങ്ങനെയാണല്ലേ, അപ്പൊ എല്ലാ മതവും ആർത്തിയാണ്, എല്ലാ ആത്മീയതയും ആർത്തിയാണ്, അല്ലെങ്കിൽ അത് കുഴപ്പമാണെന്ന് ആളുകൾ ചിന്തിക്കും. അതുകൊണ്ട് പഠിച്ച് അഭിപ്രായം പറയുക, അല്ലെങ്കിൽ എനിക്കിതിൽ അഭിപ്രായം അറിയില്ല എന്ന് പറയുക, ഞാനത് പഠിച്ചിട്ടില്ല എന്ന് പറയുക. ഇന്ത്യയിലെ ആത്മീയത അനുസരിച്ച് പുനർജന്മ സിദ്ധാന്തമുണ്ട്, പുനർജന്മ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് മരണത്തെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് ഇന്ത്യൻ ആത്മീയത പറയുന്നത്. ആർത്തിയെക്കുറിച്ച് ഒരു കാരണവശാലും സഹയജ്ഞ പ്രജാസൃഷ്ടോ, നമ്മൾ ചെയ്യുന്നത് സഹയജ്ഞമായിരിക്കണം എന്നാണ്, മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണമായിരിക്കണം എന്നാണ്. അപ്പൊ യജ്ഞം ചെയ്യുന്നത് പ്രജാസൃഷ്ടോ എന്നാണ്, മറ്റുള്ളവർക്ക് കൂടി ഗുണപരമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നിടത്ത് എന്ത് ആർത്തിയാണുള്ളത്? ഒരാർത്തിയുമില്ല. അതുകൊണ്ട് ആർത്തിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല ആത്മീയതയിൽ. പക്ഷേ അത് മനസ്സിലാക്കാതെ
ഇപ്പൊ അമ്പലത്തിലൊക്കെ പോകുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് ചിന്തിച്ചു കൂട്ടുന്ന, ഏത് നല്ല സിദ്ധാന്തത്തെയും മോശമായി പ്രയോഗിക്കുന്ന, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് മോശമായി പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകളാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബെന്യാമിനെ പോലുള്ള ആളുകൾ ഇന്ത്യൻ ആത്മീയത ഒന്ന് പഠിക്കുക, അതിൻ്റെ പ്രചാരകരാകുക. വളരെ മനോഹരമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധൻ പറയുന്നത് തന്നെ എന്താണ്? ആഗ്രഹത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും ലോകത്ത് നിന്ന് സാധാരണ ലോകത്തിലേക്ക് വരണമെന്നല്ലേ ബുദ്ധൻ പറയുന്നത്? ജൈനൻ പറയുന്നത് എന്താണ്? ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു. എല്ലാവരും ഏത് മഹത് വ്യക്തിത്വത്തെ എടുത്തു നോക്കൂ. അന്നദാന സങ്കല്പം എന്താണ്? ദാനസങ്കല്പം എന്താണ്? ആർത്തിയാണോ അവിടെയൊക്കെ? അവിടെ എല്ലാം കരുതലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും തത്വശാസ്ത്രമാണുള്ളത്. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കൂടി പക്വതയോടുകൂടി പഠിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞാൽ സാമാന്യ ജനത്തിന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും. അല്ലെങ്കിൽ പാവങ്ങൾ താങ്കളെപ്പോലുള്ള ആളുകളെ വിശ്വസിച്ച് കൺഫ്യൂഷനിലേക്ക് പോകും. അവർ യഥാർത്ഥ മതത്തിൻ്റെ തത്വങ്ങളെയോ യഥാർത്ഥ ആത്മീയതയുടെ ചിന്തകളെയോ കുറിച്ച് പഠിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അത് അവർക്ക് തന്നെയാണ് ദോഷം. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായും ഇതെല്ലാം പഠിക്കുമ്പോൾ അവർ ആർത്തിയിൽ നിന്ന് പിന്മാറും. അവർ മരണത്തെ അവർക്ക് ഭയം കാണില്ല. ഭൗതിക ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തും. ആ നിലയിലുള്ള ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സംഭാവനകൾ നൽകുന്നതാണ് ഭാരതത്തിൻ്റെ ആത്മീയത, സനാതനധർമ്മം, സനാതന ചിന്തകൾ. അതുകൊണ്ട് അതിലേക്ക് താങ്കളുടെ ശ്രദ്ധ അടിയന്തരമായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനൽ അതിൻ്റെ വിപുലീകരണ സാധ്യതകളിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി കുറേ ഇൻഫ്രാസ്ട്രക്ചർ കൂടി രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് സുമനസ്സുകളാളുടെ ആളുകളുടെ സംഭാവനകൾ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഏതൊരു ചെറിയ സംഭാവനയും ഞങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും. ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങൾ എല്ലാ സേവനമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അധികകാലം പോകാനാകില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതൊരു സംഭാവനയും 9847547881 എന്ന ഗൂഗിൾ പേ നമ്പറിൽ അയയ്ക്കുക. എൻ്റെ നമ്പറും പേരും കമൻറ്റ് ബോക്സിൽ കാണും. എല്ലാവരും സഹകരിക്കുക.